വളരെ പ്രധാനപ്പെട്ട 5 പ്രധാന ഡീറ്റെയിൽസുകളാണ് പറയാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം ആധാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആധാറിൽ ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, അതേപോലെ മൊബൈൽ നമ്പറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇനി അക്ഷയ സെൻറ്ററിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ മുഖേന നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കും എന്നതാണ് നല്ലൊരു ന്യൂസ്. ബയോമെട്രിക് ആവശ്യങ്ങൾക്ക് മാത്രം ഇനി അക്ഷയയിൽ പോയാൽ മതി. ഇനി ഈ പേര്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വരും? 75 രൂപയാണ് വരിക. അതേപോലെ ബയോമെട്രിക് ആവശ്യങ്ങൾക്ക് അക്ഷയ പോകുന്ന സമയത്ത് അക്ഷയയിൽ 125 രൂപയാണ് ബയോമെട്രിക് ആവശ്യങ്ങൾക്ക് വരിക. രണ്ടാമത്തെ കാര്യം ബാങ്കിങ് മേഖലയിലാണ്. ബാങ്കിങ് മേഖലയിൽ നമുക്ക് ഒരു നോമിനിയാണ് ചേർത്താൻ പറ്റുക. ഇനി സാധാ അക്കൗണ്ട് ആയാലും ലോക്കറായി കഴിഞ്ഞാൽ നമുക്ക് 4 നോമിനികളെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതും പേഴ്സൻറ്റേജ് രൂപത്തിൽ നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കും. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവം തന്നെയാണ്. ഇത് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. മൂന്നാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കുള്ളതാണ്. കേന്ദ്ര പെൻഷൻ വാങ്ങുന്ന ആളുകൾ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. അത് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 30-ൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുകയില്ല. നാലാമതായി GSTയിൽ വന്ന മാറ്റമാണ്. പഴയ 12%-ൻ്റെയും 28%-ൻ്റെയും GST അവസാനിച്ചു. ഇനി 5%-ൻ്റെയും 18%-ൻ്റെയും GST മാത്രമേ ഉള്ളൂ. അഞ്ചാമതായി വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ പൈസ കുറച്ചിരിക്കും. 19 kg കൊമേഴ്ഷ്യൽ LPG സിലിണ്ടറിൻ്റെ വിലയിൽ 4.50 മുതൽ 6.50 വരെയാണ് പ്രൈസ് കുറച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ വില 1590.50 രൂപയാണ്. എന്നാൽ ഗാർഹിക സിലിണ്ടർ വാതകങ്ങൾക്ക് വിലയിൽ യാതൊരു മാറ്റവുമില്ല, അതേപോലെ തുടരുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വാർത്തകളും കാര്യങ്ങളും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട്. ബൈ.